സ്തോത്രം. ദൈവനാമം മാത്രം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും നിങ്ങളുമായിട്ട് ഒന്നിച്ച് എല്ലാവരുമായിട്ട് ഒന്നിച്ച് വരുവാൻ ഇടയാക്കിയ വലിയ ദൈവകൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. मैं परमेश्वर का धन्यवाद करता हूँ फिर से आप सबके बीच में जुड़ने के लिए। प्रभु ने जो मौका दिया इसके लिए मैं प्रभु का धन्यवाद करता हूँ। ഇങ്ങനൊരു അവസരം തന്ന ഫിനി സ്റ്റീഫൻ ബ്രദറിനോടുള്ള നന്ദി ആദ്യമേ അറിയിക്കുന്നു. पास्टर फिनी स्टीफन को मैं अपना धन्यवाद देना चाहता हूँ। ഇതിലുള്ള മിക്കവാറും സഹോദരന്മാരെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. इसमें जुड़े हुए सब भाई बहनों ने मेरे लिए प्रार्थना किया। വലിയ സ്തോത്രം. നമ്മുടെ കർത്താവ് ഇന്നും ജീവനോടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ജീവനോടെ. हमारा प्रभु आज भी जीवित है इसलिए मैं भी जीवित हूँ। കടന്നുപോയ സമയങ്ങളിൽ ആദ്യം കോവിഡ് ആണെന്ന് മനസ്സിലാക്കി. आज पिछले दिनों में जो मैं समस्या से जा रहा था, अब पहले तो समझ में आ गया कि मैं कोविड से पीड़ित हूँ। അതുമായിട്ട് വലിയ ഭയമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ എനിക്ക് ചെറിയ വെള്ളം കുടിച്ചാൽ പോലും കിതപ്പും കാര്യങ്ങളോ ആണ്. उसमें से जब मैं गुजर रहा था मुझे कोई डर या भय ऐसा तो नहीं था, लेकिन मैं थोड़ा पानी भी पीऊँ तो मुझे बहुत ही सांस लेने में दिक्कत होता था। ഡോക്ടർമാർ ചെക്ക് ചെയ്യുമ്പം അവർക്ക് മനസ്സിലാവുന്ന ഒത്തിരി പ്രോബ്ലം ഉണ്ടെന്ന്. जब डॉक्टर्स ने देखा तो उनको लगा कि बहुत समस्या है। ഓക്സിജൻ ലെവൽ തീരെ താഴെയാണ്. मेरा ऑक्सीजन लेवल बहुत ही कम था। പൾസ് ഭയങ്കര കൂടുതലാണ്. मेरा पल्स बहुत ज़्यादा था। ദിവസം ടേസ്റ്റും കാര്യങ്ങളെല്ലാം മാറി. मुझे कोई स्वाद नहीं था। അങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ളിൽ ഭയമില്ലായിരുന്നു. വലിയ ദൈവകൃപയാൽ നമ്മുടെ ഉള്ളിൽ ഭയമില്ല. लेकिन मेरे अंदर एकदम डर नहीं था। എന്റെ പ്രഷറൊക്കെ അങ്ങ് കൂടി 196, 200, 220 കയറി. मेरा प्रेशर बढ़कर कुछ 200 ऐसे रेंज में गया। ആ സമയങ്ങളിലൊന്നും അവരെന്നോട് അത് പറയില്ല. മറിച്ച് കഴിഞ്ഞ ദിവസം ചെന്നപ്പോഴാണ് അവരെന്നോട് പറഞ്ഞത് 200 മേളിലൊക്കെ ആയിരുന്നു, 200, 220 ഒക്കെ ആയിരുന്നു പ്രഷർ. उस समय तो डॉक्टरों ने मुझसे कुछ नहीं कहा, लेकिन अभी जब मैं उनसे मिलने गया तब डॉक्टर्स ने कहा कि आपका प्रेशर इतना बढ़ गया था। നമ്മുടെ ദൈവവചനത്തില് നമ്മൾ നോക്കിയാൽ യേശു വന്നിടത്തും ദൂതന്മാർ വന്നിടത്തും എല്ലാം കാണാവുന്ന ഒരു കാര്യമാണ്. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. तो जब कभी भी हम परमेश्वर के वचन में देखते हैं, हम देखते हैं कि जहाँ कहीं भी यीशु मसीह आता है, स्वर्गदूत आते हैं, तो बार बार कहते हैं कि डरो मत। അതിന് വലിയ ഇമ്പോർട്ടന്റ്. उसमें बहुत वो एक महत्वपूर्ण बात है। മനുഷ്യ ജീവിതത്തിൽ ഭയത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. हमारे मानसिक जीवन में हम कई बार भयभीत हो जाते हैं। അത് കർത്താവിന്, നമ്മുടെ കർത്താവായ യേശുവിന് അറിയാം. यीशु मसीह इस बात को अच्छी तरीके से समझता है। അതുകൊണ്ടാണ് കർത്താവ് വന്നിടത്തും ദൂതന്മാർ വന്നിടത്തും ഭയപ്പെടേണ്ട എന്ന് വ്യക്തമായിട്ട് വിളിച്ചു പറയും. इसलिए यीशु मसीह और स्वर्गदूत जब आते हैं कहते लोगों से कि डरो मत। നമ്മുടെ കർത്താവ് അവൻ നമുക്ക് വാഗ്ദത്തം, ജ്ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നമ്മളോട് കൂടെ ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത ഒരു കർത്താവ്. यीशु मसीह ने हमें वायदा किया है कि संसार के अंत तक मैं तुम्हारे साथ रहूंगा। അതുകൊണ്ട് തന്നെ ദൈവമായതുകൊണ്ട് വാക്ക് മാറുന്നവനല്ല. മനുഷ്യനാ വാക്ക് മാറുന്നത്, എന്നാൽ ദൈവമായതുകൊണ്ട് വാക്ക് മാറുന്നവനല്ല. यीशु मसीह ने जो वायदा किया वो कभी टलता नहीं, क्योंकि वो खुद परमेश्वर है। मनुष्य वायदा करता है तो वो टल सकता है, वो बदल सकता है, लेकिन यीशु मसीह का वायदा कभी नहीं बदलता। അത് ഈ സാഹചര്യത്തിൽ കടന്നു പോയപ്പോൾ എനിക്ക് പിതാവിന്റെ സ്നേഹം തിരിച്ചറിയാൻ സാധിച്ചു. പിതാവാം ദൈവത്തിന്റെ സ്നേഹം തിരിച്ചറിയാൻ സാധിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുതൽ തിരിച്ചറിയാൻ സാധിച്ചു.
जब मैं इस अवस्था से होकर जा रहा था, मुझे अच्छी तरीके से स्वर्गीय पिता का प्रेम, यीशु मसीह की जो करुणा है, जो केयर है, उसको मैं अच्छी तरीके से समझ पाया। പിതാവ് വന്ന് എന്നെ സ്നേഹിക്കുന്ന, കെട്ടിപ്പിടിച്ചുള്ള സ്നേഹം ആലിംഗനം ചെയ്യുന്നത് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു. मेरे स्वर्गीय पिता मेरे पास आकर मुझे करीब अपने पास जो चिपका लिया, उसको मैं महसूस करने पाया. ഒരിക്കൽ അതുപോലെ തന്നെ പിതാവും പുത്രനും കൂടെ ഒരേപോലെ വന്ന് സ്നേഹിക്കുന്നത് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു. और एक बार मुझे ऐसा महसूस हुआ कि पिता और पुत्र दोनों मिलकर मेरे पास आकर मुझसे मैं उसका महसूस करने पाया. അതുകൊണ്ട് തന്നെ ഉള്ളിൽ ആ ഭയമില്ലായിരുന്നു. इसलिए मेरे अंदर एकदम डर नहीं था. ദൈവത്തിന്റെ കർത്താവിന്റെ വലിയ കൃപയാ, വലിയ കരുതലിനാൽ എനിക്ക് ഉള്ളിൽ ഭയമില്ലായിരുന്നു. मेरे अंदर परमेश्वर की दया के कारण कुछ डर नहीं था. അതാ എന്റെ ജീവിതത്തിൽ ഈ രോഗത്തിൽ നിന്ന് അതിജീവിക്കാൻ എന്നെ കർത്താവ് ഒത്തിരി സഹായിച്ചു. इसके कारण ये जो बीमारी से होकर भी मैं गया, उसको जय लेने के लिए ये मुझे बहुत मदद किया. ഹല്ലേലൂയ, സ്തോത്രം. ഇത് എടുത്തു പറയാൻ കാര്യം, എന്റെ അത്രയും തന്നെ പ്രയാസമില്ലാത്ത ഒരു മലയാളി ഒരു വ്യക്തി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. मैं ये बोलने का कारण ये है कि मेरे इतना भी कठिनाई नहीं, लेकिन मेरे जितना भी सीरियस नहीं वाला एक व्यक्ति वो हॉस्पिटल में जो दाखिल था. അദ്ദേഹത്തിന് പ്രഷർ നോർമൽ ആയിരുന്നു, പൾസ് നോർമൽ ആയിരുന്നു, പുള്ളി കോവിഡ് ആയിരുന്നു. പക്ഷെ പുള്ളിക്ക് ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നത് ഭയമായിരുന്നു. उनका जो प्रेशर नॉर्मल था, हार्ट बीट नॉर्मल था, लेकिन वो कोविड पॉजिटिव था, लेकिन उनके अंदर बहुत डर था. അദ്ദേഹത്തിന് എൻ്റെ വൈഫ് അവിടെ വർക്ക് ചെയ്യുമ്പോൾ വൈഫ് അദ്ദേഹത്തോട് സംസാരിച്ചു, ചേട്ടാ പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക, ഒന്നും പേടിക്കേണ്ട, കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. മലയാളി നേഴ്സുമാർ എല്ലാവരും ചെല്ലുമ്പോൾ അവര് പറഞ്ഞു കൊടുക്കും, പേടിക്കേണ്ട എന്നെല്ലാം ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ഒക്കെ ചെയ്യും. मेरे पत्नी भी, क्योंकि वो हॉस्पिटल में काम करती है, जब कभी भी वो व्यक्ति के पास जाते थे, उनको समझाते थे कि आपको एकदम डरना नहीं है. दूसरे कई नर्सेसों ने भी उनको जाकर कहा कि आपको कोविड के कारण एकदम डरना नहीं है. എന്നാൽ ഈ സിസ്റ്റർമാരും പോയി കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര ഭയമാണ്. ട്രിപ്പ് ECG അങ്ങനെ കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു വയർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മുങ്ങിക്കഴിഞ്ഞാൽ മറ്റേ മലയാളി അല്ലാതെ വേറൊരു സ്റ്റാഫ് അവിടെ വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പുള്ളിക്ക് അത് ഭയങ്കര ഭയമാണ്. പുള്ളിക്ക് അവരോട് ഭയങ്കര ഭയമാണ്. तो ये व्यक्ति जब नर्सेस आकर कहकर जाते हैं तब लेकिन उसके बाद बहुत डर आता है. एक जो वहाँ के जो क्या बोलते हैं ICU में जो वायर्स होते हैं, वो सब में भी इधर उधर थोड़ा भी हो जाते हैं तो उनको बहुत डर लगता है. वो दूसरे नर्सेसों को पूरा भरोसा भी नहीं कर पाते थे. അങ്ങനെ ആ ഭയം കൊണ്ട് അദ്ദേഹത്തിന് 2 ദിവസത്തിൽ കൂടുതൽ അതിജീവിക്കാൻ, 2ാം ദിവസം തന്നെ അദ്ദേഹം ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞു. ये भय के कारण 2 दिन में ही उनका बीमार बहुत ही तीव्र हो गया और 2 दिन के बाद वो दुनिया से चले गए, मर गए. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ദൈവവചനം പറയുന്നത്, മനുഷ്യരോട് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. इसलिए बार बार वचन से हमसे कहते हैं प्रभु कि डरो मत, मैं तुम्हारे साथ हूँ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മളെ വിളിച്ചിരിക്കുന്നത് ജീവനുള്ള ഒരു കർത്താവ്. मेरे प्रिय जनों, जिस परमेश्वर ने हमें बुलाया है वो जीविता परमेश्वर है. തന്റെ ജീവനേക്കാൾ അധികമായി നമ്മെ സ്നേഹിച്ച് തന്റെ ജീവൻ മറുവിലയായി നൽകി നമ്മളെ വീണ്ടെടുത്ത് ഒരു നല്ല വ്യക്തി, നല്ല പദ്ധതിക്ക് വേണ്ടി നിർത്തിയിരിക്കുന്ന ഒരു കർത്താവാണ് നമുക്ക്. हमारा जो प्रभु है, उद्धारकर्ता, वो अपना जीवन हमारे लिए दिया हुआ ऐसा एक अच्छा उद्धार करता है. നമ്മുടെ കർത്താവിന്റെ പദ്ധതി വലുതും വിശാലവും ഉന്നതവും. हमारे प्रभु की योजनाएं वो महान और बड़ा है. ആ വലുതും വിശാലവും ഉന്നതമായ ഒരു പദ്ധതിയിലേക്കാണ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ച് ആക്കിയിരിക്കുന്നത്. और प्रभु की उस महान विशाल जो योजना के लिए हमें हर एक को बुलाया है. ആ
പദ്ധതി പൂർത്തീകരിക്കാതെ നമ്മളെ ഈ ഭൂമിയിൽ നിന്ന് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. और हमारे ऊपर जो परमेश्वर की योजना है उसको पूरा किए हुए बिना कोई भी हमें यहाँ से हटा नहीं सकता. ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ ദൈവജനത്തോട് ഞാൻ ധൈര്യമായിട്ട് പറയുമായിരുന്നു, കർത്താവ് തന്ന ഒരു ധൈര്യമാണ്, കർത്താവിന്റെ കൃപയാൽ ലഭിച്ച ഒരു ധൈര്യമാണ്. ഇന്ന് കർത്താവ് വിളിച്ചാൽ ഞാൻ ധൈര്യത്തോട് പോകാൻ റെഡിയാണ്. मैं परमेश्वर के जन के सामने कहता हूँ, परमेश्वर ने ऐसा मुझे हियाव दिया है कि अगर आज परमेश्वर मुझे बुलाता है तो मैं जाने के लिए तैयार हूँ. കർത്താവ് എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, മനുഷ്യൻ വാക്ക് മാറും, കർത്താവ് വാക്ക് മാറത്തില്ല. എന്നെ വിളിച്ചിരിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കാതെ എന്റെ കർത്താവ് എന്നെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റത്തില്ല. मनुष्यों की जो वायदा है वो बदल सकता है, लेकिन परमेश्वर का वायदा कभी नहीं बदलता. अगर प्रभु ने मेरे जीवन में कुछ योजनाएं रखे हैं तो उसको पूरा किए हुए बिना प्रभु कभी मुझे नहीं बुलाएगा. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ വേല എന്ന് തികയ്ക്കുന്നു അന്ന് തന്നെ പോകാൻ ഞാൻ തയ്യാറായിരിക്കും. इसलिए जब मैं परमेश्वर की जो योजनाओं को पूरा कर चुका तब मैं जाने के लिए तैयार हूँ. ഈ ഭൂമിയിൽ നിന്ന് പോയാൽ ഞാൻ എങ്ങോട്ട് പോകുന്നു എന്നുള്ള ഉറപ്പ് യേശു ക്രിസ്തുവിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ये पृथ्वी से जाने के बाद मैं कहाँ जा रहा हूँ, मैं कहाँ जाऊँगा, इसका निश्चय मैंने यीशु मसीह से पाया है. അതാണ് നാം ഓരോ ക്രിസ്തീയ വിശ്വാസത്തിലായിരിക്കുന്ന നാം ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ഉറപ്പ്. यही एक मसीह विश्वासी के अंदर मिला हुआ वो भरोसा है. ക്രിസ്തു യേശുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു നിത്യജീവന്, പിതാവിന്റെ സന്നിധി അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്തിന്റെ ആത്മാവിനെ തന്ന പിതാവിന്റെ സന്നിധിയിൽ ചെന്നു നിൽപ്പാൻ നമുക്ക് അനുവാദം ലഭിച്ചവരാണ് വീണ്ടും ജനിച്ച ദൈവമക്കൾ. हम हर एक व्यक्ति लोग, मसीह लोग जो यीशु को उद्धार करता पाए हैं, हम परमेश्वर के संतान हैं और अब्बा पिता बुलाने के लिए वो पुत्रत्व का आत्मा हमारे अंदर दिया है कि हम परमेश्वर के सन्मुख हमें खड़ा होना है. നമ്മൾ ഈ ബൈബിൾ മൊത്തം പഠിച്ചിട്ട് കാര്യമല്ല, യേശു എനിക്ക് ആരാണ്, യേശു ക്രിസ്തുവിൽ ഞാൻ ആരാണ്, ഞാൻ എന്തിന് ഈ ഭൂമിയിൽ വന്നു, അത് എന്തിന് എന്നെ നിർത്തിയിരിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഞാൻ എവിടേക്ക് പോകുന്നു എന്നുള്ള ഉറപ്പ് ലഭിക്കുന്നതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ വിജയം. पूरा बाइबल को हम अगर जानते भी नहीं, लेकिन इतना आपको जानना है कि आप यीशु मसीह में कौन है, यीशु मसीह ने आपको क्यों बुलाया है, इसके बाद आपका जीवन में क्या होगा, यीशु मसीह आपके जीवन में क्या करने जा रहा है, ये सब जो भरोसा आपके अंदर होना है. ആ ഒരു ഉറപ്പ് ലഭിച്ച വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ പ്രതിസന്ധിയിലായെന്ന് പറഞ്ഞാലും അവിടുന്ന് അവനൊരു ഉറപ്പുണ്ട്, എന്റെ കർത്താവ് ഇതിൽ നിന്ന് വിടുവിക്കുവാൻ മതിയായവനാ. ആ ഉറപ്പ് ലഭിച്ച ദൈവമക്കൾക്ക് അതിനെ അതിജീവിക്കാൻ സാധ്യമാവും. अगर आपने परमेश्वर से ऐसे उस हौसले को पा लिया है तो आपके जीवन में जो भी समस्या आते हैं उसका सामना आप कर सकते हैं, क्योंकि आप जानते हैं कि आपके साथ परमेश्वर है. ദൈവവചനത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനമാണ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലുള്ള, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. और परमेश्वर के वचन में मुझे बहुत ही धैर्य देने वाला एक वचन है, रोमियो का 8वां अध्याय. उसमें जो लिखा है कि जो परमेश्वर से प्रेम रखता है उस व्यक्ति के लिए, उन लोगों के लिए सब कुछ भलाई के लिए प्रभु करता है. ഞാൻ ദൈവത്തെ സ്നേഹിച്ചല്ലേ, എന്നെ സ്നേഹിച്ച്, അതാ ദൈവവചനം പറയുന്ന യോഹന്നാന്റെ സുവിശേഷം, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. കർത്താവ് നമ്മെ ഓരോരുത്തരെയും തെരഞ്ഞെടുത്ത് തന്റെ പദ്ധതിയിലാക്കിയിരിക്കുമ്പോൾ ആ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. मैंने यीशु मसीह को नहीं चुना, यीशु मसीह ने मुझे चुना, मुझसे प्यार किया. तो अगर मैं उस मसीह को प्यार करता हूँ तो वचन के अनुसार सब कुछ, सब बातों के द्वारा भलाई का उत्पन्न करता है. എന്റെ മുമ്പിൽ പലരുടെയും ജീവിതാനുഭവം കാണുമ്പോൾ ചില പ്രയാസം തകർന്ന അവസ്ഥയിൽ വരുമ്പോൾ, ചിലർ വേർപാടിന്റെ അവസ്ഥയിൽ വരുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ ഒരു ചോദ്യമായിട്ട് വരുമ്പോൾ പെട്ടെന്ന് ഈ വചനം പൊങ്ങി വരും.
मेरे सामने कई लोग और कई ऐसे गवाही है जब लोग अपने जीवन में समस्याओं का सामना करते हैं और उनके कुछ प्रियजन जो इस संसार से गुजर जाते हैं, वो कुछ प्रश्न लेकर मेरे पास जब आते हैं, तब एकदम सा ये वचन मुझे याद आता है। ചിലരുടെ വേർപാട് കാണുമ്പോൾ അവിടെ എങ്ങനെ ഈ വചനം ക്രിയ ചെയ്യുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് എന്റെ മുമ്പിൽ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട് അതിനുശേഷം ഞാൻ കണ്ടിട്ടുണ്ട് ആ വ്യക്തി ആ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിനേക്കാൾ അനുഗ്രഹമായി അവരുടെ ജീവിതം മാറുന്നത് കാണുവാൻ ഇടയായിട്ടുണ്ട്. जब कुछ व्यक्ति लोग अपने प्रियजन के मृत्यु के कारण उस को पूछते हुए क्यों ऐसा हुआ पूछते हुए जब मेरे पास आते हैं, जब मैं इस वचन को उनको समझाता हूँ, मैं भी सोचता हूँ कि कैसे ये वचन उनके जीवन में काम करेगा। लेकिन कुछ दिनों के बाद, कुछ सालों के बाद मैं देख सकता हूँ कि परमेश्वर का वचन उनके जीवन में कितना बड़ा कार्य को किया है। ഈ വചനം ക്രിയ ചെയ്യുന്ന വചനമാണ്. ലോകത്തിന്റെ മുമ്പിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്ന പല കാര്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്ന വചനമാണ്. നിത്യജീവനെ മാത്രമല്ല, ഈ ഭൂമിയിൽ ജയകരമായി ജീവിക്കുവാൻ നമ്മളെ പ്രാപ്തി നൽകുന്ന വചനം കൂടെ. ये वचन जो है ये हमें जीवन देता है और ये वचन जो है हमें हियाव देता है. जब कभी भी हम समस्याओं का सामना करते हैं, ये वचन से हम उस शक्ति को प्राप्त कर उस सब का सामना कर सकते हैं. ഞാൻ എന്റെ സാക്ഷ്യത്തിലേക്ക് ഞാൻ കടന്നുപോയ അവസ്ഥയിലേക്ക് വരാം. ലോകത്തിന്റെ പല പ്രയാസങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു, വേദന ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ശ്വാസം വലിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. കാര്യം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര കിതപ്പാണ്, അണയ്ക്കുക. और मैं बीमार, मेरी जो गवाही में मैं वापस आना चाहता हूँ, जब मैं बीमार था, बहुत मुझे दर्द होता था और सांस लेने में मुझे बहुत दिक्कत होता था. खासकर एक गिलास पानी भी पीऊँ, पानी पीने के बाद मुझे बहुत ही सांस लेने में दिक्कत होता था. കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് CT സ്കാൻ എടുക്കാൻ വേണ്ടി പോയി. पिछले 2-3 दिन पहले मैंने CT स्कैन लेने के लिए गया. ഹാർട്ടിന്റെ CT സ്കാൻ എടുത്തു, ചെസ്റ്റിന്റെ CT സ്കാൻ എടുത്തു. मेरा हार्ट का और चेस्ट का CT स्कैन लिया गया. ലെങ്സ് അവര് കണ്ടപ്പോൾ ഒരു മലയാളിയാണ്, അദ്ദേഹം വൈഫിനോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഇതിനകത്ത് വൈറ്റ് വാഷ് അടിച്ചു? तो जब जो व्यक्ति ने वो CT स्कैन का रिपोर्ट पढ़ा तो वो ऐसे पूछने लगा, क्या आप लंग्स में कोई क्या वाइट वॉश किया है या? ഇത് ഈ വ്യക്തി അന്നേരം അവിടെ നിന്ന് വേറൊരു ആൾക്ക് ചോദിച്ചു, ഈ വ്യക്തി എന്താ വെന്റിലേറ്ററിലായിരുന്നു? तो ऐसा पूछा कि क्या ये व्यक्ति वेंटिलेटर में था? അതുപോലെ ഇപ്പോഴും അതുപോലെ മോശമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ലങ്സിന്റെ അവസ്ഥ. तो अभी भी जो लंग्स की अवस्था इतना बुरा है, पूरा पैचेस बहुत ही पैचेस है. അന്നേരം അവര് പറഞ്ഞു, ഇത് എത്ര ദിവസം ഇവിടെ ഹോസ്പിറ്റലിൽ കിടന്നു? 10 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു എന്ന് വൈഫ് പറഞ്ഞു. ഓക്സിജനിലായിരുന്നു, ഹൈ ആയിട്ട് ഓക്സിജൻ കിട്ടേക്കുമായിരുന്നു. तब मेरी पत्नी ने कहा कि 10 दिन तक हॉस्पिटल में थे, ऑक्सीजन में थे. അവര് പറഞ്ഞു, അന്നേരം സ്കാൻ ഒന്നും ചെയ്തില്ലല്ലേ? तब उन्होंने पूछा कि तब आपने स्कैन नहीं किया ना? അന്നേരം സ്കാൻ ചെയ്തായിരുന്നെങ്കിൽ ഇതിലും വഷളായിരുന്നു ലെൻസ്. तो बोला कि अगर उस समय स्कैन किया होता तो आपका लंग्स की जो अवस्था इससे भी बुरा होता. അത് കണ്ട ഉടൻ തന്നെ നിങ്ങളെ വെന്റിലേറ്ററിൽ കയറ്റി. और अगर वो देखता तो उसी समय आपको वेंटिलेटर में प्रवेश किया जाता. വെന്റിലേറ്ററിൽ കയറ്റിയായിരുന്നെങ്കിൽ ഇതുവരെ കഴിയുന്നതുകൊണ്ട് ഡോക്ടർമാർ വെന്റിലേറ്ററിൽ കയറ്റത്തില്ലായിരുന്നു. ഈ സെക്കൻഡ് വേവ് വന്നു കഴിഞ്ഞപ്പോൾ വെന്റിലേറ്ററിൽ കയറ്റി ഒരാളെ പോലും അവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റി. डॉक्टर्स ज़्यादातर वेंटिलेटर को सजेस्ट नहीं करते थे, क्योंकि ये सेकेंड वेव में जितने लोग वेंटिलेटर में गए फिर वो वापस नहीं आए. നമ്മുടെ കർത്താവ് സകലവും നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. हमारा प्रभु सब कुछ भलाई के लिए करता है. ഇന്ന് ദൈവകൃപയാൽ നടക്കുന്നുണ്ട്. ചെറിയ വിഷമം പ്രയാസവും ഒക്കെ ഉണ്ടെന്ന് പറയാലും ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം 6 കിലോമീറ്റർ വരെ നടന്നു.
मुझे अभी भी चलने में दिक्कत है, लेकिन पिछले दिन मैं 6 किलोमीटर चला। എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം സകലതും സാധിക്കും. मुझे जो शक्ति देने वाला, सामर्थ देने वाला यीशु मसीह के द्वारा सब कुछ संभव है. ഡോക്ടറും സ്കാനിങ് റിപ്പോർട്ടും ഒക്കെ പറയുന്നത് ലങ്സിന് വളരെ പ്രോബ്ലം ഉണ്ടെന്നാ. പക്ഷേ എന്നെ ശക്തനാക്കുന്ന കർത്താവും ക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും സാധ്യമാണ്. डॉक्टर्स का और स्कैन रिपोर्ट का जो उनका कहना है कि अभी भी मेरे लंग्स में कई ऐसी बाधाएं हैं, लेकिन मुझे जो शक्ति देने वाला परमेश्वर, मैं विश्वास करता हूँ कि मुझे सब कुछ करने में वो मुझे मदद करेगा. പൂർണ്ണമായിട്ട് സൗഖ്യമാക്കാൻ കഴിയുന്ന ഒരു കർത്താവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. मैं ऐसे एक परमेश्वर पर विश्वास करता हूँ जो मुझे पूरे तरीके से चंगाई दे सकता है. അങ്ങനെ 10 ദിവസം ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ഡിസ്ചാർജ് ആയി. ऐसे पिछले 10 दिन हॉस्पिटल में था, उसके बाद डिस्चार्ज हुआ. ഡിസ്ചാർജ് എന്ന് വന്ന ആദ്യത്തെ ദിവസം ഭവനത്തിൽ കിടക്കുമ്പോൾ ഉറക്കം പ്രശ്നമാണ്. तब मैं जब घर में वापस आया, जब मैं मुझे नींद में समस्या होता था. ഇങ്ങനെ കിടന്ന കൂട്ടത്തിൽ ഞാനൊന്ന് ചരിഞ്ഞ് കിടന്ന കൂട്ടത്തിൽ ഞാൻ ബോധമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോയി. और मैं जब ऐसे साइड होकर सो रहा था तो मेरा कॉन्शियस, मेरा जो होश थोड़ा चला गया. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു ബോധമില്ല. പെട്ടെന്ന് എന്നെ രണ്ടുപേര് വന്ന് കുലുക്കി വിളിക്കുന്നതാ അറിയുന്നത്. मेरा एकदम होश नहीं था, लेकिन मुझे लगा कि 2 व्यक्ति मुझे आकर मेरे शरीर को एकदम हिलाकर मुझे बुला रहा है. കരിഞ്ഞു കിടന്ന് എന്നെ ഏകദേശം കമന്ന് കിടന്ന പോലെ കിടന്ന് എന്നെ അവരെ കുലുക്കി വലിച്ചു നൂർത്തിട്ടു. तो मुझे लगा कि जो मैं उल्टा सो रहा था, तो वो दोनों व्यक्तियों ने मुझे हिलाकर एकदम सीधा सुलवा दिया. ബോധമില്ലാത്ത ഒരു വ്യക്തിയെ വലിച്ചു നൂർത്തിടുന്ന ഒരു അവസ്ഥയിലേക്ക് നൂറിന് വീണു. और मैं वापस सीधा लेट गया. പെട്ടെന്ന് ഇവർ രണ്ടുപേരെന്നെ തിരുമുന്നത് കാണുവാണ്. और फिर मैंने देखा कि 2 व्यक्ति मेरा मालिश कर रहा है. എന്റെ വൈഫിന്റെ ഭാഷയിൽ പറഞ്ഞ ദൂതന്മാർ അന്നേരം CPR വഴി. तो मेरे वाइफ का कहना है कि पवित्र स्वर्ग दूतों ने आकर आपका CPR किया. ഞാൻ നോക്കുമ്പോ 2 ദൂതന്മാരെ ഇടത്തും വലത്തും നിന്ന് അവരെന്നെ ദേഹം മൊത്തം തൂത്തുകൊണ്ട് ബലമായിട്ട് തൂത്തുകൊണ്ടിരിക്കുക. ഹോട്ട് വാട്ടർ വെച്ചിട്ടുള്ള ബാഗ് വെച്ച് തുടച്ചുകൊണ്ട് തൂത്തുകൊണ്ടിരിക്കുക. और मुझे ऐसा लग रहा था कि 2 स्वर्गदूत मेरे पूरे शरीर को मालिश कर रहे थे और हॉट वाटर बैग जैसा कुछ रखकर मेरे शरीर में वो मालिश कर रहे थे. അവരെന്നെ പിടിച്ചു ഉയർത്തി ഇരുത്തി. वो मुझे पकड़कर बैठाया, उठाकर बैठाया. ഞാൻ ഇവരെ രണ്ടുപേരെയും വ്യക്തമായിട്ട് കാണുന്നുണ്ട്. मैं इन दोनों व्यक्ति को अच्छी तरीके से देख रहा था. എനിക്ക് മനസ്സിലായി എന്തോ സീരിയസ് ആയിട്ട് പ്രയാസമുണ്ട്. तो मैं समझ में आ गया कि कुछ गंभीर समस्या है. അതുകൊണ്ടാണ് അവർ വന്ന് എന്നെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. इसलिए वो मेरे इलाज कर रहे हैं कर मुझे समझ में आया. കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്ന ഒരു പരുമായി ഞാൻ എഴുന്നേറ്റു. जब मैं खुद खड़ा होने के लायक बना तो मैं उठ खड़ा हुआ. അവിടെ സർവന്റ് ഉണ്ട്. സർവന്റിനെ വൈഫിനെ വിളിച്ചു. मेरे घर में जो मदद करते वो बहन को और मेरे पत्नी को मैंने बुलाया. വൈഫ് കുഞ്ഞുങ്ങളുമായിട്ട് ഒരു വയസ്സുള്ള കുഞ്ഞുണ്ട്. അതുകൊണ്ട് അവൾ കുഞ്ഞുമായിട്ട് കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വിളിക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് വരാൻ പറ്റില്ല. അതുകൊണ്ട് സെർവന്റിനെ ആദ്യം വിളിച്ചു. സെർവന്റ് വന്നു. പിന്നെ വൈഫിനെയും വിളിച്ചു. അങ്ങനെ അവര് രണ്ടുപേരും വന്ന് വൈഫ് വന്ന് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തപ്പോഴാണ് എല്ലാം ഓക്സിജൻ ലെവൽ എല്ലാം തീരെ താഴെ പോയി ശ്വാസം വിടാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുക. പെട്ടെന്ന് വൈഫ് CPR നൽകുന്നതിനുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളെല്ലാം നൽകി. और जब मेरे पत्नी आए तो जब उन्होंने मेरा ऑक्सीजन लेवल देखा तो बहुत ही कम था और तुरंत ही तब जो ज़रूरत थी ऐसे इलाज उसने मेरे लिए किया. അപ്പോഴാണ് മനസ്സിലായി അത്ര എന്തുമാത്രം സീരിയസ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു എന്ന്
ആ സമയത്ത് ദൂതന്മാർ നമുക്ക് വേണ്ടി വന്ന് ട്രീറ്റ്മെന്റ് ചെയ്തതാണ്. तब मुझे समझ में आया कि मैं कितने गंभीर अवस्था में था और स्वर्गदूतों ने आकर मेरी उस समय मेरा ट्रीटमेंट किया. ഈ സാഹചര്യത്തിലൂടെ കടന്നുപോയപ്പോൾ ദൈവവചനം, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന ദൈവവചനം, ആ വചനം മാറ്റമില്ലാതെ ഇന്നും ജീവനോടെ എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന കാണുവാനില്ല. और इन सब अवस्थाओं से होकर भी जब मैं जा रहा था, मैं तुम्हें कभी नहीं छोड़ूंगा, जो वचन की सच्चाई है, मैं उस सब को महसूस कर रहा था. वो वचन की शक्ति को, सामर्थ को मैं अपने जीवन में अनुभव कर रहा था. ഇന്ന് നിങ്ങളോട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല. സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിതപ്പാണ്, ചുമ. आज मैं आपसे बात कर रहा हूँ, लेकिन मेरी अवस्था ऐसा नहीं था. मैं एक शब्द भी नहीं बोल सकता था. अगर मैं कुछ बात करूँ तो मुझे खांसी आता था और सांस लेने में मुश्किल होता था. കർത്താവ് വിടുവിക്കുന്നത് മാത്രമല്ല, സൗഖ്യമാക്കുകയും നിലനിർത്തുന്നതുമായ. मैं ऐसा कह सकता हूँ कि परमेश्वर की जो छुटकारा है वो महान है, और इसलिए बस मैं आज खड़ा हूँ. കർത്താവ് ഇറങ്ങി വരേണ്ടടുത്ത് കർത്താവ് ഇറങ്ങി വരും. ദൂതന്മാരെ വിടേണ്ടടുത്ത് ദൂതന്മാരെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും. जहाँ पर प्रभु को उतर आना है, खुद प्रभु उतर आएगा, और जहाँ पे स्वर्गदूतों को आना है, प्रभु वहाँ पर स्वर्गदूतों को भेजेगा. आमेन, आमेन. ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. आप सबको प्रभु आशीष दे. അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങേ